പറയുമ്പോൾ മികച്ച അയൽപ്പക്കക്കാരാണ് തമിഴ്നാടും കേരളവും. വൈക്കത്തും തിരുവനന്തപുരത്തുമൊക്കെ നടന്ന യോഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ഷോളണിയിച്ച് സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതും കേരളം കണ്ടതാണ്. എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യം വരുമ്പോഴും ഈ ബന്ധം എവിടെ പോയെന്ന് ചോദിക്കുന്നവരുമുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയിരിക്കുകയാണിപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനത്തിനുള്ള കേരളത്തിന്റെ നീക്കം സുപ്രീം കോടതി വിധികളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവിന് സ്റ്റാലിൻ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. നീക്കവുമായി മുന്നോട്ടു പോയാൽ കോടതിയലക്ഷ്യ ഹർജി ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് സ്റ്റാലിന്റെ മുന്നറിയിപ്പ്. എന്നാൽ കൊല്ലങ്ങളായി തുടരുന്ന തർക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുന്നത് എന്തുകൊണ്ടാണെന്നും മനസ്സിലാകുന്നില്ല. ഡൽഹിയിൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം ഡാം വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് സ്റ്റാലിൻ രൂക്ഷ വിമർശനമുയർത്തി കത്തയച്ചത്. സ്റ്റാലിന്റെ ശക്തമായ മുന്നറിയിപ്പ് എത്തിയതിന് പിന്നാലെ യോഗം പരിസ്ഥിതി മന്ത്രാലയം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ പങ്കെടുക്കാനായി കേരള ജലസേചന വകുപ്പിന് കീഴിലെ ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിലെ ചീഫ് എഞ്ചിനീയർ പ്രിയേഷും ഡയറക്ടർ ശ്രീദേവിയും കഴിഞ്ഞ ദിവസം വൈകിട്ട് ഡൽഹിയിലെത്തിയ ശേഷമാണ് യോഗം റദ്ദാക്കിയതായുള്ള ഒറ്റവരി അറിയിപ്പ് ലഭിച്ചത്. യോഗത്തിന്റെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കാമെന്ന് മാത്രമേ ഈ അറിയിപ്പിലുള്ളൂവെന്നതും ദുരൂഹമാണ്. നിലവിൽ ഡാം സുരക്ഷിതമാണെന്ന് ഒട്ടേറെ വിദഗ്ധ സമിതികൾ വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് തമിഴ്നാടിന്റെ വാദം. 2006 ഫെബ്രുവരി 27-നും 2014 മെയ് 7-നും സുപ്രീം കോടതിയും ഇത് ശരിവച്ചിട്ടുണ്ട്. പുതിയ ഡാമിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ചു കിട്ടാനായി 2018-ൽ കേരള സർക്കാർ ശ്രമിച്ചപ്പോൾ തമിഴ്നാട് വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അത്തരത്തിലുള്ള ഏതു നീക്കവും കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ ആകാവൂ എന്ന് സുപ്രീം കോടതി അപ്പോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. തമിഴ്നാട് എതിർപ്പുമായി രംഗത്തുണ്ടെങ്കിലും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള പഠന പ്രവർത്തനങ്ങൾ കേരളം തുടരുമെന്നും പറയുന്നുണ്ട്. പുതിയ ഡാം നിർമ്മാണത്തിന്റെ വിശദ പദ്ധതി റിപ്പോർട്ട് ഇറിഗേഷൻ വകുപ്പ് 1 മാസത്തിനകം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഡാമിന്റെ ഡിസൈൻ തയ്യാറാക്കൽ പൂർത്തിയായി. ഇപ്പോഴുള്ള ഡാമിന്റെ 1200 അടി താഴ്ഭാഗത്തായി നേരത്തെ സർവേ ചെയ്ത സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിലാണ് പുതിയ ഡിസൈൻ. ഡാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പെരിയാർ കടുവ സംരക്ഷിത മേഖലയിലായതിനാൽ A കാറ്റഗറിയിലുള്ള പരിസ്ഥിതി അനുമതി ആവശ്യമാണ്. കേരളത്തിന് പരിസ്ഥിതി പഠനത്തിനായി 2014 ഡിസംബർ 3-ന് ചേർന്ന നാഷണൽ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം അനുമതി നൽകിയിരുന്നു. ഇതിനെതിരെ 2015 മെയ് 7-ന് തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു. പരിസ്ഥിതി പഠനത്തിൽ നിന്ന് കേരളത്തെ തടയണമെന്നായിരുന്നു ആവശ്യം. പാരിസ്ഥിതിക പഠനത്തിന് അനുമതി നൽകിയ NBWL തീരുമാനം പിൻവലിക്കാൻ നിർദ്ദേശിക്കണമെന്ന ആവശ്യവും തമിഴ്നാട് ഉന്നയിച്ചു. എന്നാൽ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവിനുള്ള തമിഴ്നാട് ശ്രമം വിജയിച്ചില്ല. ഇതിനിടെ പുതിയ ഡാമിനുള്ള പഠന പ്രവർത്തനങ്ങളുമായി കേരളം മുന്നോട്ടു പോവുകയും ചെയ്തു. ഇതിനിടെയാണ് പരിസ്ഥിതി പഠനത്തിനുള്ള ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചതിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ പുതുക്കി നിശ്ചയിക്കണമെന്ന അപേക്ഷ കേരളം നൽകിയത്. പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ കഴിഞ്ഞ ദിവസത്തെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം ഡാം വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമിന് 2011-ൽ ആദ്യ DPR തയ്യാറാക്കിയിരുന്നെങ്കിലും തുടർ നടപടികൾ വൈകുകയായിരുന്നു.